വെൽക്കം ടു ഡേ 2 ഓഫ് 14 ഡേയ്സ് ഓഫ് ക്രിസ്മസ് ഡെക്കേഴ്സ് ഫ്രം അന്ന ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്യാൻഡിൽ സ്റ്റാൻഡാണ് കേട്ടോ. ക്യാൻഡിൽ സ്റ്റാൻഡ് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ് നമ്മൾ പറിച്ചുകൊണ്ട് വരും, അതിൻ്റെ അതിലൊക്കെ പപ്പും പൊടിയൊക്കെ കളഞ്ഞ് അതിനെ കുറച്ച് പഞ്ഞൊക്കെ വെച്ച് ഒട്ടിച്ച് മഞ്ഞൊക്കെ വീഴ്ത്തുന്ന പോലെ ആക്കിയിട്ട് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും, ഒരു ക്രിബ് ഉണ്ടാക്കും, കുറച്ച് അരങ്ങും കുറച്ച് ബലൂണുകളൊക്കെ വീർപ്പിച്ച് കെട്ടി വയ്ക്കും. ഇതൊക്കെയായിരുന്നു പണ്ടത്തെ ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എന്തോരം ക്രിസ്മസ് ഡെക്കറേഷൻസ് ആണല്ലേ. ക്യാൻഡിൽ സ്റ്റാൻഡ്, ടേബിൾ മാറ്റ്, റൂം ഡെക്കേഴ്സ്, റീത്തുകൾ, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റീത്തുകൾ, അങ്ങനെ പോകും ഡെക്കറേഷൻ ഐറ്റംസ്. അപ്പം നമുക്ക് അധികം പൈസ ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്യാൻഡിൽ സ്റ്റാൻഡാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. ജസ്റ്റ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻഡിൽ സ്റ്റാൻഡാണ് കേട്ടോ ഇത്. നമ്മുടെ മിക്കവരുടെ വീട്ടിലുണ്ടാകുന്ന സംഭവമാണ് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ്. നമ്മുടെ ഫ്ലവർ വേഴ്സിലൊക്കെ നമ്മുടെ അമ്മമാർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് പോരെ. അതൊന്ന് ക്ലീൻ ആക്കി കഴിയുമ്പോഴത്തേനും നല്ല കുട്ടപ്പനായിട്ട് കിട്ടും. ആ ഫ്ലവേഴ്സ് വെച്ചിട്ടും ആ ഇലകൾ വെച്ചിട്ടും നിങ്ങൾക്ക് ക്യാൻഡിൽ സ്റ്റാൻഡ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇനി മരക്കഷ്ണത്തിന് എവിടെ പോകുമെന്ന് ചോദിച്ചാൽ നമ്മുടെ വിറകടുപ്പിൻ്റെ അടുത്തൊന്ന് പോയാൽ മതി. അവിടെ നമ്മുടെ അമ്മമാർ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് വിറക് കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ കുറച്ച് നല്ല ഭംഗിയുള്ള കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ളൊരു ഒരു കഷ്ണം എടുത്തുകൊണ്ട് വന്ന് അതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാൻഡിൽ സ്റ്റാൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഐറ്റംസൊക്കെ ഇപ്പം നമ്മുടെ കയ്യിലായിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ, മരത്തിൻ്റെ കഷ്ണം എടുക്കുക, നമ്മൾ മുന്നേ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സും ഇലകളും കാര്യങ്ങളൊക്കെ എടുക്കുക, ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക, ഒന്ന് പ്രോപ്പറായിട്ട് കുറച്ച് ഭംഗിയിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്ത് ഒന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം കിടുവാണ്. നിങ്ങൾ വിചാരിക്കും ഇത് കുഞ്ഞൊരു ഐറ്റം അല്ലേന്ന്, പക്ഷേ ഇത് കൊണ്ടുവരുന്ന ഒരു ഭംഗി എന്ന് പറയുന്നത്, അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഭയങ്കര നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്രിസ്മസിൻ്റെ ഡിന്നറിൻ്റെ സമയത്തും അല്ലെങ്കിൽ ഈവനിങ്സിലൊക്കെ നമുക്ക് ഇതിൽ ക്യാൻഡിൽ വെച്ച് ബാക്കി ലൈറ്റ്സൊക്കെ ഓഫാക്കി ഒന്നോ രണ്ടെണ്ണം ഇങ്ങനത്തെയൊക്കെ വെച്ചാൽ കിടുമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്.